യു ഡി എഫിനെ സംബന്ധിച്ച് 100 വേണ്ട, അവർക്ക് ഭരിക്കണമെങ്കിൽ 43-ൽ മിനിമം 35 കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യു ഡി എഫിന് ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര വലിയ തരംഗം വന്നാലും കോന്നി ജയിക്കില്ല, അത്ര എളുപ്പമല്ല. മലപ്പുറത്ത് LDF ജയിക്കുകയാണ് ജയിക്കുന്ന ഒറ്റ സീറ്റേ ഉള്ളെങ്കിലും പൊന്നാനി കിട്ടും. കേരളത്തിൽ LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും UDF ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിക്കുന്ന 2 ജില്ലയാണ് മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ എറണാകുളം. ഓർത്തഡോക്സ് വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് വീണ ജോർജിന് ലഭിച്ചത്. അവിടെ ഒരു ഓർത്തഡോക്സുകാരനായ ഒരാളെ തന്നെ UDF അവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ വോട്ടുകൾ ഭിന്നിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് അവിടെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഏറ്റവും തീപാർന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഇടുക്കിയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായ ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇടുക്കിയിൽ മത്സരിക്കും. 100 സീറ്റിൽ കുറഞ്ഞൊരു വിജയം UDF പ്രതീക്ഷിക്കുന്നില്ല ഇത്തവണ. അതിൽ തന്നെ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പാണ് പറയുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതം എന്നാണ് പറയുന്നത്. വയനാട്, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ എറണാകുളം. എങ്ങനെയാണ് ആ ഒരു സാഹചര്യം വിലയിരുത്തുന്നത്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഈ UDFനെ സംബന്ധിച്ച് അവർക്ക് ഭരണം കിട്ടുക എന്നുള്ളതൊരു എന്താ പറയുക, അവരെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണ്. 2 വർഷം തവണയായിട്ട് 10 വർഷം അധികാരത്തിലില്ല. ഇത് ഈ 100 എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. 100 എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഖ്യയൊന്നുമല്ല നിലവിലുള്ള UDFൻ്റെ ഒരു മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഈ 100 പറയുമ്പോൾ ഇപ്പോൾ അവർ അതിന് ശേഷം ഇലക്ഷന് ശേഷമാണ് VD സതീശൻ പറയുന്ന 5 ജില്ലകൾ ഞങ്ങൾ തൂത്തുവരുന്നത്. ഈ 5 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ 5 ജില്ലകളിലൂടെ 43 സീറ്റേ ഉള്ളൂ. അതെ, ഈ 43 എണ്ണം കിട്ടിയാൽ പോലും പിന്നെയും 28 സീറ്റ് വേണം ഭരിക്കുക എന്നുള്ളതാണ്. ബാക്കി 28 സീറ്റ് UDFന് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ LDFൻ്റെ വളരെ ശക്തമായ സ്ഥലങ്ങളാണ്. അതാണ് ഈ അവരുടെ 43-ൻ്റെ ബേസ് എന്ന് പറയും. 43-ൽ നിലവിലെ ഒരു സാഹചര്യം എടുത്ത് നോക്കിയാൽ 2021 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 24 സീറ്റാണ് UDFനുള്ളത്. LDFന് 19, 43. അതിന് 109 തെരഞ്ഞെടുപ്പായിട്ടൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സീറ്റ്, ഒരെണ്ണം UDFൽ നിന്ന് LDF പിടിച്ചു. LDFൻ്റെ 19 ആയി. അതിന് മുമ്പ് 18, 25 എന്നായിരുന്നു. ഈ 43 സീറ്റിൽ UDFനെ സംബന്ധിച്ച് 100 വേണ്ട, അവർക്ക് ഭരിക്കണമെങ്കിൽ മിനിമം ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 24 എന്നുള്ളത് 35 എന്തെങ്കിലുമാണ്. അതെന്ന് പറഞ്ഞാൽ 43 സീറ്റിൽ 35 സീറ്റെങ്കിലും കിട്ടിയേ പറ്റും. കാരണം ഈ 11 സീറ്റെങ്കിലും കുറഞ്ഞത് ഈ പറയുന്ന 5 ജില്ലകളിൽ നിന്ന് കിട്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ ഈ 11 സീറ്റ് ഇവിടുന്ന് കിട്ടിയാലേ ബാക്കി പറയുന്ന ഭരിക്കാനാവശ്യമായ സീറ്റ് ശേഷിക്കുന്ന 9 ജില്ലയിൽ നിന്ന് കിട്ടുകയുള്ളൂ. കാരണം LDFൻ്റെ പല കോട്ടകളടങ്ങുന്ന ജില്ലകളായതുകൊണ്ട് അത്ര എളുപ്പമല്ല. ഇനി ജില്ലകളിലേക്ക് വന്നു. വയനാട് ജില്ല, വയനാട് മണ്ഡലം, വയനാട് ജില്ല 3 നിയമസഭാ മണ്ഡലം. അപ്പോൾ 3 നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പം നിലവിൽ UDFന് 2 സീറ്റുണ്ട്. ആകെ കഴിഞ്ഞ തവണ കിട്ടാതെ പോയല്ലേ, കഴിഞ്ഞ 2 തവണയായിട്ടും കിട്ടാത്ത മാനന്തവാടി മണ്ഡലമാണ്, മന്ത്രിയുടെ മണ്ഡലമാണ്. ആ ഒരു സീറ്റോടെ ആയിക്കഴിഞ്ഞാൽ അവിടെ 3ആയി. ഈ പറഞ്ഞ തൂത്തുവാരി എന്നുള്ള സ്ഥിതി വയനാട്ടിൽ പറയാം. പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട്? അത് അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷേ ഈ പറയുന്ന പോലെ അതൊരു UDF തരംഗമുണ്ടെങ്കിൽ മാനന്തവാടി പോലും മണ്ഡലമൊക്കെ UDFന് കിട്ടാവുന്നൊരു മണ്ഡലം. കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഷ്ടിച്ച് 1000 വോട്ടിനൊക്കെയാണ് കേളു അതിന് മുമ്പ് ജയിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഒരു UDFന് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള മണ്ഡലമൊക്കെയാണ്. തന്നെ എല്ലാവരുടെ കാൻഡിഡേറ്റ് അത്ര മോശമൊന്നുമില്ല. PK ജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ചില അടിവലികളും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഉഷ വിജയൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ UDF ഒരു വിജയസാധ്യത കാണുന്ന മണ്ഡലമാണ്. LDFനെ സംബന്ധിച്ച് 10 തവണയായി സിറ്റിംഗ് സീറ്റാണ്, മന്ത്രിയുടെ മണ്ഡലമാണെന്നുള്ള നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് LDF പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാരണവശാലും അത് കൈവിട്ടു പോകുന്ന അവർ കരുതുന്നില്ല. ഉഷ വിജയന്റെ ടാഗ് ലൈൻ തന്നെ അവർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല എന്നാണ് അവർ അവരുടെ ചരിത്രം അത് തന്നെ. ഓക്കെ. പിന്നെ ബാക്കി 2 മണ്ഡലം, ഇപ്പോൾ കൽപ്പറ്റ എന്ന് പറയുന്നത് T സിദ്ദിഖ് കഴിഞ്ഞ തവണ അവിടെ തുടർച്ചയായ പല തെരഞ്ഞെടുപ്പിൽ പലയിടത്തു നിന്ന് പരാജയപ്പെട്ട് ജയിച്ച് MLA ആയിരുന്നു. അപ്പോൾ T സിദ്ദിഖിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അവരുടെ ഒരു അസറ്റാണ്. LDF നല്ല പോരാട്ടം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ് കൽപ്പറ്റ, അതിന് തർക്കമില്ല. കാരണം സ്ഥാനാർത്ഥിത്വം മികവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ നല്ല മത്സരമായിരുന്നു കൽപ്പറ്റയിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സീറ്റ് UDFന് നിലനിർത്താൻ പറ്റിയേക്കും എന്നാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. LDFും അതിലും കൂടുതൽ ഒരു പക്ഷേ സാധ്യത കൽപ്പിക്കുന്നത് സുൽത്താൻ ബത്തേരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ IC ബാലകൃഷ്ണനെതിരെ അവിടുത്തെ ബാങ്ക് തിരഞ്ഞെടുപ്പുമായിട്ട് കുറേ വിവാദം, തന്നെയല്ല കോൺഗ്രസിൽ തന്നെ ഒരു 3-4 ആത്മഹത്യ കാണുകയും ഒക്കെ ചെയ്തൊരു സംഭവമുണ്ട്. അപ്പം പാർട്ടിക്കുള്ളിൽ IC ബാലകൃഷ്ണനെതിരായിട്ടൊരു ഫാക്ടർ അവിടെയുണ്ട്. അവിടുത്തെ DCC പ്രസിഡന്റ് മാറുന്നൊരു സാഹചര്യമൊക്കെ വന്നതെല്ലാം അവിടെ അദ്ദേഹത്തെ പരസ്യമായി കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമൊക്കെ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. IC ബാലകൃഷ്ണനെതിരായിട്ടും കുറച്ച് അടിയൊഴുക്കുകളുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായിട്ട് വന്നേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ട്രെൻഡ് UDFന് അനുകൂലമായി സെറ്റ് ചെയ്യപ്പെട്ടാൽ ഈ 3 മണ്ഡലവും അവർ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
ഇനി മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് 16 സീറ്റാണ് നിയമസഭാ മണ്ഡലങ്ങൾ, 16 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തന്നെ 14 സീറ്റ് വരെ പിടിക്കാൻ പറ്റും എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അതിൽ താനൂരും തവനൂരുമാണ് കുറച്ചും കൂടെ അവർക്കൊരു ആത്മവിശ്വാസം കുറവുള്ളത്. എങ്ങനെയാണ് അത് 16ഓ 14ഓ? അതിപ്പോൾ എന്നാ വെച്ചാൽ മലപ്പുറം ഒരു വലിയ തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ തരംഗമൊന്നല്ല, ഒരു UDF ഭരിക്കാവുന്ന ഒരു മജോറിറ്റി ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാവുന്ന രീതിയിലേക്ക് മൊത്തം വോട്ടിംഗ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തെ 16 എണ്ണവും UDF പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കാര്യം അതിന് വെച്ചാൽ 12-4 നിലവിലത്തെ ഒരു സാഹചര്യം. അതിൽ നിലമ്പൂരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൻവർ ജയിച്ച സാഹചര്യം. അൻവർ അവിടെ വിട്ടിപ്പം UDF പക്ഷത്താണ്. അപ്പോൾ ആ സീറ്റിനെ സംബന്ധിച്ച് ഇനി ഒരു വലിയ സാധ്യത വേണ്ട. ഈ താനൂർ മണ്ഡലം, അതിൽ ഭാഗ്യശ്രീ പറഞ്ഞാൽ താനൂർ വി അബ്ദുറഹിമാൻ മത്സരിച്ച് ജയിച്ച സാഹചര്യമല്ല ഇപ്പോൾ. അബ്ദുറഹിമാൻ താനൂർ മത്സരിക്കുന്നില്ല. അബ്ദുറഹിമാൻ ജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാഞ്ഞിട്ട് പോലും ഈ അബ്ദുറഹിമാൻ അനുകൂലമായി പോൾ ചെയ്യപ്പെട്ട 2 തിരഞ്ഞെടുപ്പാണ്. പിന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല. LDF അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ഒടുവിൽ സ്വന്തം മണ്ഡലമായ തിരൂര് അബ്ദുറഹിമാൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാന നിമിഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാറ്റിയിട്ട് തിരൂരേക്ക് വരുന്നു. പക്ഷേ തിരൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കുർക്കോളി മൈദീന് കഴിഞ്ഞ തവണ 7000 ചില്ലാനം വോട്ടിന് ജയിച്ചൊരു സീറ്റാണ്. അവിടെ പോയി മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം. താനൂർ മത്സരിച്ചാൽ ജയിച്ചേക്കില്ല, കാരണം എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു സാഹചര്യമൊക്കെ നോക്കിയിട്ട് ജയിച്ചേക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തിരൂരേക്ക് മാറിയത്. തിരൂർ പക്ഷേ കുറച്ച് നല്ല മത്സരമായി അബ്ദുറഹിമാൻ അങ്ങോട്ട് മാറിയപ്പോൾ. മറുവശത്ത് താനൂർ ലീഗ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെയുള്ള 2 പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒന്ന് പൊന്നാനി. പൊന്നാനി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ LDFനൊപ്പം നിലനിർത്തിച്ച ഒരു മണ്ഡലമാണ്. പല പരീക്ഷണങ്ങൾ UDF പലപ്പോഴായി നടത്തിയിട്ടും ജയിക്കാൻ പറ്റാത്തൊരു സീറ്റ്. അവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ പൊന്നാനി സീറ്റാണ് മലപ്പുറത്ത് LDF ജയിക്കുന്ന ഒറ്റ സീറ്റേ ഉള്ളെങ്കിലും പൊന്നാനി കിട്ടുള്ളൂ. അതാണ് അവിടുത്തെ ഒരു ആശയം. കാരണം LDF വോട്ട് അത്രയേ ഉള്ള സ്ഥലമാണ്. പക്ഷേ പൊന്നാനിലൊരു ചെറിയ പ്രശ്നം LDF നേരിടുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ P. നന്ദകുമാർ മത്സരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ TM സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ട് പ്രാദേശികമായൊരു നേതാവ് കഴിഞ്ഞ തവണ സീറ്റ് കൊടുക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യം വരികയും അവസാന നിമിഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നതിന് പാർട്ടിക്കുള്ളിൽ പരസ്യമായ ചില പ്രതിഷേധങ്ങളൊക്കെ വരികയൊക്കെ ചെയ്ത നന്ദകുമാർ മത്സരിച്ച് നന്ദകുമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ സിദ്ദിഖിൻ്റെ പേര് വീണ്ടും അവിടെ ചർച്ചയിൽ വന്നു. പക്ഷേ സിദ്ദിഖിന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നില്ല. പകരം പഴയ PSC ചെയർമാനായിരുന്ന സക്കീറോടെ മത്സരിക്കാൻ വരും. അപ്പോൾ ഈ സിദ്ദിഖ് ഫാക്ടറിൻ്റെ പേരിൽ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ നേരിടുന്നുണ്ട്. പൊന്നാനി നൗഷാദ് അലി നല്ല കാൻഡിഡേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം അവിടെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന് പോലും ഒരു 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 ചോദ്യം വരുന്നത് അങ്ങനെയാണ്. കാരണം മുസ്ലിം കാൻഡിഡേറ്റ് ആയതുകൊണ്ടല്ല, നൗഷാദ് അലിയുടെ ഒരു സ്ഥാനാർത്ഥി തമ്പടിച്ച് അദ്ദേഹം അവിടെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ സിദ്ദിഖിന് സീറ്റ് കൊടുക്കാത്തതിനായ ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ LDF നേരിടുന്നുണ്ട്. കാരണം അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു രാജിയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. പാർട്ടി LDFലാണ് അവിടെ ഒരു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളുടെ ഗുണഭോക്താവ് UDF ആകുമോ, ഈ പറഞ്ഞ പോലെ ആ സീറ്റ് കോൺഗ്രസ് ജയിക്കുമോ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു സീറ്റ് തവനൂരാണ്. തവനൂർ എന്ന് പറഞ്ഞാൽ ജലീൽ മത്സരിച്ചു, തുടർച്ചയായിട്ട് ജലീൽ ജയിച്ചു വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നമുക്കറിയാം, ഫിറോസ് കുന്നംപറമ്പിൽ അവിടെ മത്സരിച്ചപ്പോൾ കഷ്ടിച്ച് 2000 വോട്ടിനാണ് ജലീൽ ജയിച്ചു കയറുന്നത്. ഇത്തവണ ഞാൻ മത്സരരംഗത്തില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ടു എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് പാർട്ടിയുടെ നിർബന്ധത്തെ തുടർന്ന് വീണ്ടും മത്സരിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ജലീലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് അവരുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. വേറൊരാളാണെങ്കിൽ പണ്ടേ വേണമെങ്കിൽ UDF പിടിച്ചെടുക്കാവുന്നൊരു സീറ്റാണ്. പക്ഷേ അവിടെ ഇതുവരെ ഇല്ലാത്തൊരു പരീക്ഷണമാണ് VS ജോയിലൂടെ അവിടെ കോൺഗ്രസ് നടത്തുന്നത്. കാരണം താരതമ്യേന 1% പോലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇല്ലാത്തൊരു മണ്ഡലത്തിലാണ് VS ജോയി എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. അത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായിരിക്കും. പിന്നെ ജലീലിനെ സംബന്ധിച്ച് നല്ല ജനസ്വീകാര്യതയുള്ളൊരു നേതാവാണ്. ആ രീതിയിൽ തോൽപ്പിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഒരു UDFന് അനുകൂലമായ ഒരു സ്വീപ്പ് ഉണ്ടായാൽ ഈ മലപ്പുറത്തെ 16 സീറ്റ് പിടിച്ചാൽ അത്ഭുതമൊന്നുമില്ല. ഇതാണ് മലപ്പുറത്തിൻ്റെ ഒരു സാഹചര്യം. ഈ മലപ്പുറം കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള വേറൊരു ജില്ല എറണാകുളമാണ്. 14 സീറ്റ്. 14 സീറ്റിൽ മന്ത്രി രാജീവ് അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നുമുണ്ട്. അപ്പോൾ എളുപ്പമാണോ ഈ പറഞ്ഞ 14 കിട്ടുക എറണാകുളത്ത് എന്ന് പറയുന്നത്? അതായത് കേരളത്തിൽ LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിക്കുന്ന 2 ജില്ലയാണ് മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ എറണാകുളം. ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ഒരു ലീഗിൻ്റെ അടിത്തറയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് UDF സപ്പോർട്ടഡായ മണ്ഡലമാണെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ളതും കോൺഗ്രസിന് അത്ര അടിത്തറയുള്ളൊരു മണ്ഡലമാണ് എറണാകുളം. എറണാകുളത്തെ 14 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അതിൽ 9-5 എന്നുള്ള നിലവിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് UDF മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് പൊതുവേ LDF അത് സമ്മതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ LDFനെ സംബന്ധിച്ച് വളരെ ശക്തമായൊരു പോരാട്ടം കണ്ട മണ്ഡലങ്ങളിൽ ഇപ്പം ഭാഗ്യശ്രീ പറഞ്ഞ കളമശ്ശേരി മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യത്തിൽ 15,000-ഓളം വോട്ടിന് അദ്ദേഹം ജയിച്ചു. പക്ഷേ ഈ തവണയും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടമായപ്പോൾ നല്ല മത്സരമായിരുന്നു.
പി രാജീവിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം ആണെന്ന് ഒരു പൊതുവേ രാഷ്ട്രീയം നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെ ഈ പറഞ്ഞ ട്രെൻഡ് വരികയാണെങ്കിൽ വരാവുന്ന ഒരു അട്ടിമറി എന്നുള്ളൂ. പക്ഷെ അത്ര എളുപ്പമല്ല. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ളൊരു 5 മണ്ഡലങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ളൊരു മണ്ഡലം കുന്നത്തുനാട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുന്നത്തുനാട്, കൊച്ചി അടക്കമുള്ള സീറ്റുകൾ ഒരു പൊതുവായി നമുക്ക് പറഞ്ഞു വയ്ക്കുക. അതിൽ കുന്നത്തുനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ 2020 കഴിഞ്ഞവിടെ 42,000 വോട്ട് പിടിച്ചൊരു മണ്ഡലം. അവർ യു ഡി എഫിലോ എൽ ഡി എഫിലോ എൻ ഡി എയിലോ അല്ലാതെ മത്സരിച്ചൊരു സാഹചര്യമാണ്. ഇത്തവണ 2020 ആദ്യമായിട്ട് എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ട് മത്സരിക്കുകയാണ്. ഘടകകക്ഷിയായിട്ട് മത്സരിക്കുമ്പോൾ 2020 കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് കിട്ടുമോ? കാരണം ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വന്നൊരു പാർട്ടിയാണ്. 2 3 പഞ്ചായത്തുകൾ ഭരിക്കുന്നു, കിഴക്കമ്പലം മോഡൽ അവർ ഒരു വലിയ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വെച്ച് വന്നു. അപ്പോൾ എൻ ഡി എ ഘടകകക്ഷിയായിട്ട് കിട്ടുമ്പോൾ ആ വോട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ വോട്ട് 2020 ഇത്രയും വോട്ട് പിടിച്ചത് കൊണ്ടാണ് കുന്നത്തുനാട് മണ്ഡലം പോലെയൊന്നും എൽ ഡി എഫിന് കിട്ടിയത്. അപ്പോൾ 2020 വോട്ടുകൾ കുറേ നഷ്ടപ്പെട്ടാൽ, കഴിഞ്ഞ തവണത്തെ വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് യു ഡി എഫിന് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുന്നത്തുനാട് ഒരുപക്ഷെ യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അടിയൊഴുക്കിന് സാധ്യതയുള്ള 2 മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒന്ന് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ കൊച്ചി, മറ്റൊന്ന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂരാണ്. കൊച്ചിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാലങ്ങളായിട്ട് യു ഡി എഫ് ജയിച്ചു വന്നിരുന്നൊരു മണ്ഡലം. പക്ഷേ കെ ജെ മാക്സി അവിടെ ഡൊമിനിക് പ്രസൻറ്റേഷനെ തോൽപ്പിച്ച് ആദ്യമായി ജയിച്ചതിന് ശേഷം മാക്സി എഫക്റ്റ് ശരിക്കും കണ്ട ഒരു മണ്ഡലം. കാരണം അദ്ദേഹം വളരെ ജനകീയനായ ഒരു എം എൽ എ ആണ്. അവിടെ എന്താ വെച്ചാൽ കോൺഗ്രസ് കാലങ്ങളായി കൊച്ചി ചെയ്തിരുന്നു പറഞ്ഞാൽ കൊച്ചി, എറണാകുളം 2 സീറ്റ് ലാറ്റിൻ കമ്മ്യൂണിറ്റി എന്നുള്ള 2 പേരെയാണ് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടുവന്നത്. ഈ തവണ അവരൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് DCC പ്രസിഡൻ്റായ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ മത്സരിപ്പിക്കും. പകരം വൈപ്പിനിൽ ലാറ്റിൻ കമ്മ്യൂണിറ്റിക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചി സീറ്റിൽ പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മാറ്റിക്കൊടുത്തതിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അടിയൊഴുക്ക് സംഭവിക്കുമോ? അങ്ങനെ അല്ലാത്ത നോർമലി ഒരു യു ഡി എഫ് വോട്ടുകൾ ഒന്നാകെ വരികയും അതിലൊരു അടിയൊഴുക്കുകൾ സംഭവിക്കാതൊക്കെ വരികയാണെങ്കിൽ കൊച്ചി അട്ടിമറി വിജയം യു ഡി എഫ് നേടിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യം. ഷിയാസ് വളരെ മികച്ചൊരു നേതാവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സമര പോരാട്ടങ്ങളിലൊക്കെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ആ രീതിയിലൊരു, പിന്നെ വി ഡി സതീശൻ്റെ ഏറ്റവും ബാക്കിംഗ് ഉള്ളൊരു നേതാവാണ്. ആ രീതിയിലൊക്കെ ഒരു പോപ്പുലർ ഫേസാണ്. അതേ സംഗതി എന്ന് പറയുന്നത് മറുവശത്ത് വൈപ്പിനിൽ ഇപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച വൈപ്പിനിൽ ജയിച്ച KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റും. കഴിഞ്ഞ തവണ തോറ്റ ദീപക് ജോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇതേ തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനെതിരെ മത്സരിക്കുന്നത്. അപ്പോഴാണ് അവിടെ MB ഷൈനി വേഴ്സസ് ടോണി ചമ്മണി എന്നുള്ള നിലയ്ക്ക് ഒരു മത്സരം വരുന്നത്. എൽ ഡി എഫിന് എറണാകുളത്ത് കിട്ടുന്ന ആദ്യത്തെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിനായി. കാരണം കാലങ്ങളായിട്ട് എൽ ഡി എഫ് ജയിച്ചു വരുന്ന പല പരീക്ഷണങ്ങൾ യു ഡി എഫ് നടത്തിയിട്ട് ജയിക്കാത്ത സീറ്റാണ്. അത് അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ വൈപ്പിൻ സീറ്റ് എന്ന് പറയും. വൈപ്പിൻ സീറ്റ് ഈ 14 പിടിക്കലെന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. അതിൽ വൈപ്പിന് എൽ ഡി എഫ് ജയിക്കാൻ വളരെ സാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. തൃപ്പൂണിത്തുറ മണ്ഡലം കെ ബാബു ഉണ്ടായിരുന്നപ്പോൾ യു ഡി എഫിന് കിട്ടുകയും കെ ബാബുവിന് മുമ്പ് എൽ ഡി എഫിൻ്റെ പുത്തക മണ്ഡലമായിരുന്ന സ്ഥലം. ഇതിലിടയ്ക്കൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് അവിടെ ജയിച്ചതാണ്. കെ ബാബു മാറി. കെ ബാബുവിൻ്റെ വാത്സല്യത്തോടെയാണ് ഈ ദീപക് ജോയി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കൊച്ചി ഡെപ്യൂട്ടി മേയർ അവിടെ മത്സരിക്കാൻ വരുന്നത്. അപ്പം അവിടെ എൽ ഡി എഫിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ പരിഗണിച്ച് കേട്ടിരുന്ന പേരെന്ന് പറഞ്ഞാൽ മേയറായിരുന്ന അനിൽകുമാറിൻ്റെ പേരൊക്കെയാണ്. ഇപ്പോൾ ഈ KN ഉണ്ണികൃഷ്ണൻ അവിടുന്ന് വൈപ്പിൽ നിന്ന് ഈ അവസാന നിമിഷം ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ശരിക്കും വളരെ പോപ്പുലറായി നിന്ന ഒരു MLA ആണ്. തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി പറിച്ചു നടുമ്പോൾ ഒരു പ്രശ്നം അത് അത്രത്തോളം ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന പോലെ ആകേണ്ടി വരും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ BJPയിലേക്ക് അവിടെ നല്ല വോട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ അവിടെ അത് 2020 കൊടുത്തു. അഞ്ജലി എന്ന് പറഞ്ഞ നടി അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വോട്ടിനെ ബാധിക്കുന്നതനുസരിച്ചിട്ടാണ് തൃപ്പൂണിത്തുറയുടെ ഫലം. അത് ഈ പറയുന്ന പോലെ അങ്ങനെ എളുപ്പമാർക്കും മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം ബാബു അല്ലാത്ത സാഹചര്യത്തിൽ വേണം എൽ ഡി എഫിന് ജയിക്കാം. ഇനി അതങ്ങനെയല്ല, യു ഡി എഫ് ട്രെൻഡ് അത്രയും നന്നായിട്ട് വരികയാണെങ്കിൽ യു ഡി എഫ് ജയിക്കാനും സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതാണ്. പിന്നെ എൽ ഡി എഫിന് ഒരു പക്ഷേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് കോതമംഗലമാണ്. കോതമംഗലം ഈ പറയുന്ന പോലെ കഴിഞ്ഞ 2 തവണയായിട്ട് ആൻ്റണി ജോൺ ജയിച്ചു വരുന്നു. അതിന് മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ TU കുരുവിള ഒക്കെ ജയിക്കുകയൊക്കെ ചെയ്ത ആ മണ്ഡലം ഒരു പൊതുവേ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യവും ഈ പറയുന്ന പോലെ സാമുദായികമായ ചില എന്താ പറയുക ഒരു ഇക്വേഷൻസ് ഒക്കെ ഫലിക്കുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ മാറാവുന്ന രീതിയിൽ. പിന്നെ പെരുമ്പാവൂരിൻ്റെ കാര്യം, നിലവിൽ യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ എൽദോസ് കുന്നപ്പള്ളിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ട് മാറ്റി വേറൊരാളെ പരീക്ഷിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ പ്രശ്നം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ യാക്കോബായ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വോട്ടുള്ളൊരു മണ്ഡലമാണ്. ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെ അവിടെ നിന്ന് സ്ഥാനാർത്ഥി നിന്ന് മാറ്റി ഒരു കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അതെങ്ങനെ വോട്ടിനെ ബാധിക്കുമോ? ഈ പറയുന്ന പോലെ കോൺഗ്രസ് വോട്ടുകളിൽ ചില അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടെന്നൊക്കെ അതിന് ശേഷവും
ചില അടക്കം പറച്ചിലുകൾ കേൾക്കുന്നുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തൂത്തുവാരി നടത്തുന്ന ഒരു സീറ്റ് വേണമെങ്കിൽ UDF നഷ്ടപ്പെടാൻ സാധ്യതയുള്ള. ഈ പറഞ്ഞ പോലെ ആ ഒരു സീറ്റിലെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് പിന്നെ ഇടുക്കിയിൽ റോയി കെ പൗലോസിന് സീറ്റ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു പൊതുവെ UDF ട്രെൻഡൊക്കെ ആണെങ്കിൽ പെരുമ്പാവൂരും ജയിക്കാവുന്ന ഒരു സീറ്റാണ്. ഈ മൊത്തത്തിൽ ഈ പറയുമ്പം ബാക്കി എല്ലാ സീറ്റുകൾ ഈ പറഞ്ഞ ആലുവ അല്ലെങ്കിൽ തൃക്കാക്കര, എറണാകുളം അങ്ങനത്തെ സീറ്റുകളൊക്കെ UDF പൊതുവെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ഈ പറയുന്ന പിന്നെ പറവൂർ നമുക്കറിയാം VD സതീശനെതിരെ നല്ല മത്സരമൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ജയിച്ച് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവെന്നുള്ള നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ഒരു പരിവേഷമുണ്ട്. അപ്പോൾ VD സതീശൻ ജയിക്കാൻ തന്നെയാണ് എല്ലാ ചാൻസും. പിന്നെ അങ്കമാലി ആയാലും ഒക്കെ അത്. പിന്നെ ഈ ആകെ മൊത്തം 14 എടുക്കുമ്പോൾ LDFനെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷകളുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ കളമശ്ശേരി, അതേപോലെ തന്നെ വൈപ്പിൻ, പിന്നെ തൃപ്പൂണിത്തുറ, ഇങ്ങനെ ഒരു 3-4 മണ്ഡലങ്ങളാണ് കൂടുതൽ സാധ്യതയുള്ളത്. ബാക്കി UDFനെ സംബന്ധിച്ചൊരു ട്രെൻഡിനനുസരിച്ച് ചിലപ്പം വന്നേക്കാവുന്നതാണ്. ഈ 5 ജില്ലകളിൽ ഇനി ബാക്കിയുള്ളത് ഇടുക്കിയും പത്തനംതിട്ടയാണ്. 5 മണ്ഡലങ്ങളാണുള്ളത്, 10 സീറ്റ്. 10 സീറ്റിൽ എത്രത്തോളം UDFന് സാധ്യതയുണ്ട്? 10 കിട്ടുമോ? ഇപ്പോൾ 10 കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യം, 10 9 LDF ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ 10 UDF നേടുമെന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം ഇവരുടെ എല്ലാ ആത്മവിശ്വാസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്ത വർക്ക്, ആ യൂണിറ്റി അത് നിലനിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിക്കാവുന്നതാണ്. പക്ഷേ കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി ഒരിക്കലും അങ്ങനെ തദ്ദേശത്തിലും നിയമസഭയിലും ലോക്സഭയിലും ഒരേ വോട്ടിംഗ് പാറ്റേൺ അല്ല. പക്ഷേ എന്താ വെച്ചാൽ 2010 മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവേ തദ്ദേശത്തിൽ ജയിച്ചവർ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് ഒരു പൊതുചരിത്രം. പിന്നെ എന്താ വെച്ചാൽ ഈ തദ്ദേശവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഏകദേശം 2-3 മാസം വ്യത്യാസമേ ഉണ്ടായുള്ളൂ. അപ്പം രാഷ്ട്രീയ സാഹചര്യം വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആകെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFൻ്റെ പുതിയ ചില ജനക്ഷേമ പ്രഖ്യാപനങ്ങളായിരുന്നു. ഇപ്പം വനിതകൾക്ക് മാസം 1000 രൂപ കിട്ടുന്ന ഒരു പെൻഷൻ പദ്ധതി, അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, അങ്ങനത്തെ ഒരു പുതിയ ചില സ്കീമുകൾ പ്രഖ്യാപിച്ചത് ജനത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ വനിതാ വോട്ടർമാരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അടുക്കള വിപ്ലവം എന്ന് സംഭവിച്ചേക്കാമെന്നൊക്കെ LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിനൊരു സാധ്യതയുള്ള സംഗതിയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ സാധ്യതകളെല്ലാം മാറും. പക്ഷേ ഈ 5 മണ്ഡലങ്ങളുള്ള 2 ജില്ല, അതിൽ ഇടുക്കി എന്ന് പറഞ്ഞാൽ കുറേ കാലം എടുത്തു കഴിഞ്ഞാൽ UDF റോഷി അഗസ്റ്റിൻ LDFലായിരുന്നു UDFലായിരുന്നു അപ്പോഴൊക്കെ ജയിച്ച ഒരു മണ്ഡലമാണ് ഇടുക്കി. പോയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും P. ജോസഫിൻ്റെ തട്ടകമായതുകൊണ്ട് ലോവർ ബെൽറ്റിലുള്ള തൊടുപുഴ സ്ഥിരമായി ജയിക്കുന്നു. ബാക്കി 4 LDF ജയിച്ചു. അപ്പോൾ ഈ ഇടുക്കിയിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ളതിൽ ഏറ്റവും തീപാർന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഇടുക്കിയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായ ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇടുക്കിയിൽ മത്സരിക്കും. അപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ ആ രീതിയിൽ പോൾ ചെയ്യപ്പെടും. അവിടെ തന്നെ വേറൊരു സംഭവം നെഗറ്റീവ് സംഭവിക്കുകയെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഒരു സീറ്റ് പിടിച്ചു മേടിച്ച് കോൺഗ്രസ് മത്സരിച്ചു. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വോട്ടുകളിൽ എന്തെങ്കിലും അടിയൊഴുക്ക് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷെ നല്ല മത്സരമായിരുന്നു, ഒരു നാരോ മാറി. അല്ലാതെ തന്നെ അവിടെ 5000 വോട്ടിനാണ് റോഷി കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പോൾ നല്ല ഫൈറ്റാണ്, ക്ലോസ് ഫിനിഷ് ആയിരിക്കും. പിന്നെയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല. അതിൽ UDF പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം പീരുമേട്. കാരണം CPIയുടെ ഇലക്ഷൻ കഴിഞ്ഞുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പീരുമേട് സീറ്റ് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അതിൽ 2 കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ സിറിയക് തോമസ് ആണ് അവിടെ ക്യാൻഡിഡേറ്റ്. 2 തവണ തോക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ കഷ്ടിച്ച് 2000 വോട്ടിന്, അതിന് മുമ്പത്തെ തവണ 300 വോട്ടിന്. അപ്പോൾ ആ ഒരു 10 വർഷമായി മത്സരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പോലെ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാം. പിന്നെ പീരുമേട് ചിലപ്പം UDF പിടിച്ചെടുക്കാൻ പൊതുവെ സാധ്യതയുള്ളൊരു മണ്ഡലം. പിന്നെയുള്ള ദേവികുളവും ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല നമുക്കറിയാം കാരണം LDFൻ്റെ ഒരു കുറേ കാലമായിട്ട് അവർ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. MM മണി മുൻ മന്ത്രിയാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ MM മണി മാറി വീണ്ടും KK ജയന്തൻ അവിടെ മത്സരിക്കാൻ വരികയാണ്. ഈ MM മണിക്ക് കഴിഞ്ഞ തവണ 35,000 വോട്ട് ഭൂരിപക്ഷമുണ്ട്. അതിന് മുമ്പത്തെ MM മണി ആദ്യം ജയിക്കുമ്പോൾ 2016 ജയിക്കുമ്പോൾ 1000 വോട്ടേ ഭൂരിപക്ഷമുണ്ട്. അന്നെതിരെ മത്സരിച്ച സേനാപതി വേണുവാണ് ഈ തവണ UDF ക്യാൻഡിഡേറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ മത്സരം കുറച്ച് ടൈറ്റായിട്ടുണ്ട്. MM മണി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. അപ്പം MM മണി മത്സരിക്കാൻ ആഗ്രഹിച്ചൊരു സീറ്റ് വീണ്ടും ജയന്തന് കൊടുത്തതിലുണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ടോ, അതെങ്ങനെ വോട്ടിനെ ബാധിക്കാം എന്നുള്ള ഒരു സംഗതി ഉടുമ്പൻചോലയെ ബാധിച്ചേക്കാം. പിന്നെ ഒരു UDF ട്രെൻഡ് വരാമെങ്കിൽ ചിലപ്പം ഉടുമ്പൻചോല UDF പിടിക്കാം. അതുപോലെ തന്നെ ദേവികുളത്തെ ഇതേപോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ LDFൽ നിന്ന് 4 തവണ തുടർച്ചയായിട്ട് ജയിച്ച S. രാജേന്ദ്രൻ LDF ബന്ധം മുറിച്ച് BJP പോയി BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFൽ നിന്ന് കുറേ വോട്ടുകൾ, അല്ലെ S. രാജേന്ദ്രൻ പിടിക്കുന്ന തോട്ടം മേഖലയിൽ അത്യാവശ്യം സ്വാധീനമുള്ളൊരു നേതാവാണ്, പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെ ബാധിക്കാം? മറുവശത്ത് നമ്മുടെ സിറ്റിംഗ് MLA രാജയ്ക്കെതിരായിട്ട് F. കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി UDF ഇത്തവണ മത്സരിക്കും. അപ്പോൾ S. രാജേന്ദ്രൻ വോട്ട് കൂടുതൽ പിടിച്ചാൽ
മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഒരുപക്ഷെ അത് ബാധിക്കുന്നത് നമ്മൾ പറയുക യു ഡി എഫിനെ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ അത് എൽ ഡി എഫിനെ ആകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ബാക്കി സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഇടുക്കി നിലനിർത്തുമെന്നും അതുപോലെ ഉടുമ്പൻചോലയും ദേവികുളം നിലനിർത്തുന്ന, എന്നാൽ പീരുമേട് നഷ്ടപ്പെടാനുള്ള സാധ്യത അവരും കണക്കൂട്ടുന്നുണ്ട്. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ 4-1 പറയുന്നത് പരമാവധി ഒരു 3-2 വരെ അല്ലെങ്കിൽ 4-1 വരെയൊക്കെ സംഭവിക്കാം. 5-5 കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇനി അവശേഷിക്കുന്ന ജില്ല പറഞ്ഞ പത്തനംതിട്ട. ഏറ്റവും രസകരമായ ഒരു ഇലക്ഷൻ റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ ഈ തവണ കാണേണ്ടി വരുന്നത് പത്തനംതിട്ടയുടെ എഫക്റ്റിലാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അതായത് പണ്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായിരുന്നതും ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന ജില്ല. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായിട്ട് കോൺഗ്രസ് വളരെ ശുഷ്കിച്ചു പോയൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പലവിധ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി ഇടുക്കിയിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ പത്തനംതിട്ട മേഖലയിലും പരമ്പരാഗതമായ യു ഡി എഫ് പോക്കറ്റിലേക്ക് എൽ ഡി എഫ് കടന്നു കയറിയ സ്ഥലം. അവിടെ എപ്പോഴും കോന്നി മണ്ഡലം എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് മത്സരിക്കാൻ വന്നതുകൊണ്ട് തുടർച്ചയായിട്ട് 5-6 തെരഞ്ഞെടുപ്പിൽ അങ്ങ് അടൂർ പ്രകാശ് ജയിച്ചു. അടൂർ പ്രകാശ് ആണെങ്കിൽ മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അടൂർ പ്രകാശ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ജയിച്ച സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ ആ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ആ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് കോന്നിയാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ച് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. യു ഡി എഫിന് അത് ഏറെക്കുറെ അപ്രാപ്യമാണ്. എത്ര വലിയ തരംഗം വന്നാലും കോന്നി ജയിക്കില്ല, അത്ര എളുപ്പമല്ല. പിന്നെയുള്ള 4 മണ്ഡലങ്ങൾ, അതിൽ റാന്നി, തിരുവല്ല, ഈ 2 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് വോട്ടുകളുള്ള സ്ഥലമാണ്. റാന്നിയിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തവണ 2020 ബി ജെ പി ആ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ശബരിമല അടങ്ങുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടവിടെ വരും. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 1000 ചില്ലാനം വോട്ടിനാണ് എൽ ഡി എഫ് അവിടെ ജയിക്കുന്നത്. രാജു എബ്രഹാം മത്സരിച്ച് ജയിച്ചതാണ് എൽ ഡി എഫ് സീറ്റായി അവിടെ വരുന്നത്. തുടർച്ചയായിട്ട് 6 തെരഞ്ഞെടുപ്പ് രാജു എബ്രഹാം ജയിച്ചു. അദ്ദേഹം മാറിയിട്ട് കഴിഞ്ഞ തവണ പ്രമോദ് നാരായണൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കേരള കോൺഗ്രസ് എമ്മുകാരനായിരുന്നില്ല, പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലേബലിൽ വന്ന് മത്സരിച്ച് ജയിക്കുകയായിരുന്നു. അത്യാവശ്യം ജനകീയനായി 5 വർഷം കൊണ്ട് അദ്ദേഹം മാറി. പക്ഷേ ആ മണ്ഡലം അത്ര എളുപ്പമാണോ രാജു എബ്രഹാം ഉണ്ടായിരുന്ന പോലത്തെ ഒരു സാഹചര്യം, കാരണം വെച്ചാൽ ചില കമ്മ്യൂണി ഇക്വേഷനോട് അനുകൂലമാകുന്നതുകൊണ്ടാണ് മാർത്തോമാ സഭയുടെ പിന്തുണയും ഒക്കെ വരുമ്പോഴാണ് രാജു എബ്രഹാമിന് അനായാസം ജയിച്ചു വരാൻ കഴിഞ്ഞു. അത് നല്ല ക്ലോസ് ഫൈറ്റ് നടക്കാവുന്ന ഒരു മണ്ഡലമാണ്. അപ്പം റാന്നിയിൽ പരമ്പരാഗതമായിട്ട് യു ഡി എഫിൽ കുറേ കാലമായിട്ട് കോൺഗ്രസ് മർത്തോമ കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ച സ്ഥലം. അവിടെ നിന്നൊരു മാറ്റിയൊരു പരീക്ഷ നടത്തി ഇവിടെ നായർ കാൻഡിഡേറ്റ് ഇത്തവണ അവിടെ മത്സരിക്കുന്നു. അതെങ്ങനെ വോട്ടിനെ ബാധിക്കാം എന്നൊരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ യു ഡി എഫിൻ്റെ ഒരു അനുകൂലമായ തരംഗം സംഭവിച്ചു കഴിഞ്ഞാൽ റാന്നി ചിലപ്പം യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. തിരുവല്ലായി മുമ്പേ ഈ പറഞ്ഞ പോലെ കോന്നി പോലെ തന്നെ മാത്യു ടി തോമസ് ഉണ്ടാക്കിയെടുത്ത ഒരു വോട്ട് ബാങ്കും ഒരു ബന്ധങ്ങളുമുണ്ട്. അതാണ് അദ്ദേഹത്തെ കുറേ കാലമായിട്ട് ജയിപ്പിക്കുന്നത്. മുൻ മന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത്രയും കാലം 2006 മുതൽ തുടർച്ചയായിട്ട് അദ്ദേഹം ജയിച്ചു വരുന്നു. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെയാണ് പലപ്പോഴും ജയിക്കുന്നത്. എന്നാൽ പോലും ഒരു വലിയ യു ഡി എഫ് തരംഗം വരികയാണെങ്കിൽ സംഭവിക്കാവുന്ന ഒരു അട്ടിമറികളിൽ പെടുത്താവുന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരുവല്ല അത്ര എളുപ്പമല്ല. പിന്നെ ഉള്ളത് ഏറ്റവും നല്ല മത്സരം നടക്കുന്ന ആറന്മുളയുടെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ കേരളം കൗതുകപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു മണ്ഡലം. അതെന്ന് വെച്ചാൽ വീണ ജോർജ് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് അബിൻ വർക്കി. 2 നല്ല കാൻഡിഡേറ്റാണ്. ബി ജെ പിയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരൻ. അപ്പോൾ കേരളത്തിലൊരു ശക്തമായ ത്രികോണം പോരാട്ടം നടക്കുന്ന മണ്ഡലം. അപ്പോൾ യു ഡി എഫിൽ എന്നാ വെച്ചാൽ മുമ്പ് ആ മണ്ഡലം കോൺഗ്രസ്സിൽ ശിവദാസൻ നായർ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തോപ്പിച്ചാണ് വീണ ജോർജ് ആദ്യം ജയിക്കുന്നത്. ഈ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വീണ ജോർജിൻ്റെ പെർഫോമൻസിനെയും കൂടെ ജനം വോട്ടിട്ട്, ഒരുപാട് വിവാദങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. പിന്നെ ഈ വീണ ജോർജിൻ്റെ ഹസ്ബൻഡ് ഇത്തവണ അവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഒരു വശത്ത് നടന്നു. ഈ അബിൻ വർക്കി അവിടെ പ്ലേസ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ എൽ ഡി എഫിന് അഡ്വാൻറ്റേജ് നൽകിയ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്നുള്ള ഒരാൾക്ക് അവിടെ സീറ്റ് കൊടുത്ത ഓർത്തഡോക്സ് വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് വീണ ജോർജിന് ലഭിച്ചിരുന്നു. അവിടെ ഒരു ഓർത്തഡോക്സുകാരനായ ഒരാളെ തന്നെ യു ഡി എഫ് അവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ വോട്ടുകൾ ഭിന്നിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് അവിടെ വലിയൊരു പ്ലസ് പോയിൻ്റ് നൽകും. വോട്ട് അദ്ദേഹം കൂട്ടിയേക്കാം. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടമാണ്. ഇതെങ്ങനെ വോട്ടിൽ വന്നേക്കാം? ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ അടിയൊഴുക്ക് ആ മണ്ഡലത്തിൽ നടക്കും. കഴിഞ്ഞ തവണ വീണ ജോർജ് ജയിച്ച 20,000 വോട്ടിനാണെങ്കിൽ ഒരു കാരണവശാലും ആ ഭൂരിപക്ഷം കിട്ടില്ല, അതിന് പകുതി പോലും കിട്ടില്ല ജയിച്ചാൽ. ചിലപ്പം അബിൻ വർക്കി ജയിച്ചേക്കാം. ഇനി അതല്ല കുമ്മനം രാജശേഖരൻ ഏത് സ്റ്റേജ് വരെ വരാം എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായ പോരാട്ടം നടത്തുന്ന മണ്ഡലം. അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ 43 സീറ്റിൽ മിനിമം 35 സീറ്റ് പ്ലസ് നേടുക എന്ന് പറഞ്ഞാൽ 43-35 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതാണ്ട് 85% വിജയമാണ്. ആ വിജയം സംഭവിച്ചാലേ യു ഡി എഫിന് ഒരു ഭരണം കിട്ടുള്ളൂ. അപ്പോൾ ഈ തൂത്തുവാരലിനപ്പുറം യു ഡി എഫിന് ഭരിക്കണമെങ്കിൽ 43-ൽ മിനിമം 35 കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യു ഡി എഫിന് ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബാക്കി 36 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 9 ജില്ലയെന്നാണ്. പക്ഷേ ആ 9 ജില്ലകളിൽ അത്ര എളുപ്പമല്ല യു ഡി എഫിന് 36 ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത.